നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എങ്ങനെ ആയിരിക്കും, എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഇനി എന്താണ് നിങ്ങൾക്കുള്ള ആ ഒരു സന്ദേശം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരുന്ന ഏതൊരു കാര്യത്തെയും വളരെയധികം ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതായത് പല ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ചേർന്നേക്കാവുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഏറ്റെടുക്കാനും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ അതെല്ലാം ചെയ്ത് തീർക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ വളരെയധികം ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ. ഇപ്പോൾ ജോലി സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലോ ഒക്കെ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേർന്നേക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങളെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാവുന്നതാണ്. നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാവുന്ന പല ആപത്തുകളെയും നിങ്ങളിൽ നിന്നും ഒഴിവാക്കി വിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ആഴ്ച എന്ന് പറയുന്നത് വളരെയധികം ഭാഗ്യം നിറഞ്ഞതാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ സാധ്യമാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ എപ്പോഴും മാനസികമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലുമുള്ള വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസം, നിങ്ങളുടെ കഴിവിലുള്ള ആ ഒരു വിശ്വാസം, പ്രപഞ്ചശക്തിയിലുള്ള വിശ്വാസം, ഇവയൊക്കെ നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. വളരെയധികം കഷ്ടപ്പാടുകളും വിഷമഘട്ടങ്ങളുമൊക്കെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിച്ച വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. അത്തരം ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, പ്രയത്നിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മറികടക്കാൻ സാധിക്കുമെന്ന് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ടും നിങ്ങളുടെ പ്രയത്നം കൊണ്ടും അതിജീവിച്ച് മുന്നോട്ട് പോവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളിൽ ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികൾ നൽകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിൽ വന്ന് ചേരും എന്നുള്ള ഒരു വിശ്വാസം, പ്രതീക്ഷയൊക്കെയാണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത്. മറിച്ച് ഇതൊക്കെ വെറുതെയാണ്, ഒന്നും നടക്കില്ല, ഒന്നും വന്ന് ചേരില്ല എന്ന നെഗറ്റീവ് ചിന്തയോടെ ഇരുന്നാൽ ഒരിക്കലും ഒന്നും നിങ്ങളിലേക്ക് വന്ന് ചേരുകയില്ല. അതിനാൽ തന്നെ എപ്പോഴും പ്രതീക്ഷയാണ് വേണ്ടത്. നല്ല മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്.
നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ കൊണ്ട് നൽകുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എത്ര സങ്കടമുണ്ടെങ്കിലും നെഗറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി സന്തോഷത്തോടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും മുമ്പ് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകളിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ശരി, പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്താനായിരിക്കും പലരും ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഭാഗം കേൾക്കാനോ നിങ്ങളെ വിശ്വസിക്കാനോ ആരും തയ്യാറായിരുന്നില്ലായിരിക്കാം. അപ്പോൾ അത്തരം സങ്കടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു നീതി വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു എന്നുള്ള ഒരു സത്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തായിരുന്നു ന്യായം എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനാൽ തന്നെ അത്തരം സംഭവങ്ങളെ അല്ലെങ്കിൽ സങ്കടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ പുതിയ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പുതിയ ചില സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സ്നേഹബന്ധം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. സ്നേഹം, ബഹുമാനം ഇവയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ തന്നെ മടി മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ ചെയ്യുക, അത്തരത്തിലുള്ള ഒരു പ്രവണത നിങ്ങളിൽ പല ആളുകളിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്കൊരു പോസിറ്റീവ് ഊർജം കടന്നു വരുന്നുണ്ട്. നിങ്ങളിലെ ആ ഒരു അലസത, മടി ഇവയൊക്കെ മാറി എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഭഗവാന്റെ ഇന്നത്തെ സന്ദേശം. ഈ ആഴ്ച എന്ന് പറയുന്നത് വളരെ നല്ല മാറ്റങ്ങൾ, സന്തോഷകരമായ പല നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.